ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ആജീസ് വേൾഡ് അപ്പ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. മോരുകറി ഇല്ലാതെ എന്ത് സദ്യയാണല്ലേ, എന്നാൽ ദാ പിടിച്ചോ മോരുകറിയുടെ ഒരു അടിപൊളി റെസിപ്പി. അതിനായിട്ട് ആദ്യം ഞാൻ 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഈ ഉടയ്ക്കുന്ന സമയത്ത് ഞാനിവിടെ വെള്ളം ചേർത്തിട്ടില്ല. ചിലരൊന്ന് ഉടച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഉടച്ചെടുക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പം സ്പൂണ് കൊണ്ടോ വിസ്ക് വെച്ചോ ഉടച്ചെടുക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒറ്റ അടി അടിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് മിക്സിയുടെ ജാറിലിട്ട് കറക്കരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണേ. തൈര് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലൊരു പാൻ വെച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാമേ. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഉലുവയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും വറ്റൽ മുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാ കറികളിലും കട്ടക്കായമാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ചെറിയൊരു കഷ്ണം കായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഒരുപാട് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണേ. വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി ഇതൊന്ന് തിളച്ച് വരുന്ന പരുവാകുമ്പോഴേക്കും നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തൈര് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാമേ. ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ട് കുറേ സമയം ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ കടുകും എണ്ണയും എല്ലാം മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൈവിടാതെ കുറേ സമയം തിളയ്ക്കാതെ പ്രത്യേകം ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ ബൈ ബൈ, സീ യു.